ആതിര ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വല്ലാത്തൊരു മൂഡ് ഓഫ് ആയ ഒരു ദിവസമാണ് ഇന്ന്. എണീറ്റപ്പോഴേ ആകെ പ്രശ്നങ്ങളാണ്. എന്താണ് മൂഡ് ഓഫിൻ്റെ കാരണമെന്ന് വഴിയെ പറഞ്ഞു തരാം. രാവിലെ കാപ്പി പുട്ടായിരുന്നു, കറിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ രാവിലെ തന്നെ ഞാൻ ചോറ് വെച്ചു. ചോറും വെച്ച് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം മത്തങ്ങയും കുറച്ച് കായും ഉണ്ടായിരുന്നു. ഒരു കായും ഇട്ട് ഒരു മത്തങ്ങ അരിച്ചുവരി ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ അതും അരിഞ്ഞ് പറക്കി കുക്കറിലിട്ട് വിസിലടുപ്പിക്കണ സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു അരപ്പുണ്ടാക്കണം. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ ഫുള്ള് തിരുവിയെടുത്ത ശേഷം അതിൻ്റെ പാതി മാത്രമേ എടുത്തതുള്ളൂ. പാതി എടുത്ത ശേഷം ഞാൻ അതിനെ മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ കുറച്ച് വെള്ളവും വീഴ്ത്തി മിക്സിയിൽ അരച്ചെടുത്ത ശേഷം ഈ മത്തനും കായും നന്നായി വേവിച്ച് ഉടച്ച് ഇതിൽ കുറച്ച് ഉപ്പും ഇട്ട് ഞാൻ പിന്നെ കുറച്ച് അരച്ച് വെച്ച അരപ്പും വീഴ്ത്തി നന്നായി തിളപ്പിച്ചെടുത്ത് കുറുകി വന്ന സമയത്ത് ഞാൻ ഉപ്പുണ്ടാന്നൊക്കെ നോക്കി. ഉപ്പും പാകത്തിനാണെന്ന് അറിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഒരു ഇരുമ്പിച്ചട്ടി എടുത്ത് കടുക് ഇറക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഞാൻ ഇവിടെ പാം ഓയിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ പാം ഓയിലെടുത്ത് അതും കുറച്ച് വീഴ്ത്തി കടുകും ഇട്ട്, എൻ്റെ ഒരു വറ്റൽമുളകും ഉള്ളിയൊന്നും ഞാൻ ഇട്ടില്ല, അല്ലാതെ തന്നെ കടുക് കുറച്ച് കരിയേപ്പില ഇട്ട് വറുത്ത് ഇതിൽ കൂടെ ഒഴിച്ച് അതും മാറ്റി വെച്ച ശേഷം കുറച്ച് ചേട്ടൻ മലക്കറി വാങ്ങിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിൽ കുറച്ച് അമരയ്ക്ക ഉണ്ടായിരുന്നു. പക്ഷേ അമരയ്ക്ക മുറ്റിയ അമരയ്ക്കയാണ്. പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അത് കളയാതെ അതിനെ ഒരു ചെറിയൊരു തോരൻ വയ്ക്കുക. അത് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് തോരൻ വയ്ക്കാം എന്ന് വിചാരിച്ച് ഞാനതിനെ എടുത്ത് ചെത്തി. നമ്മൾ ഇവിടെ ഈ അമരപ്പയർ വാങ്ങിക്കുമ്പം ഈ അമരപ്പയറിൻ്റെ മേൽഭാഗത്തൊരു ഇത്തിരി കനം കൂടിയ ഒരു നാമ്പ് പോലെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെത്തിക്കളഞ്ഞ ശേഷമേ നമ്മളത് തോരൻ വയ്ക്കാറുള്ളൂ. അപ്പോൾ അതും ചെത്തിക്കളഞ്ഞ് കഴുകി തോരത്തിനുള്ള രീതിയിൽ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്ത് അതും മാറ്റി വെച്ച ശേഷം ഞാൻ ഈ കടുവറുത്ത പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഈ അമരപ്പയറും ഇട്ട് കുറച്ച് വെള്ളം കൈ കൊണ്ട് കുടഞ്ഞു കൊടുത്ത് അതും ഗ്യാസ് അടുപ്പിൽ വെച്ച് അമരപ്പയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു അരപ്പുണ്ടാക്കണം. തോരത്തിനുള്ള അരപ്പ് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയും ജീരകവും തേങ്ങയും കൂടെ മാത്രമേ അരയ്ക്കാറുള്ളൂ. പിന്നെ ഈ നേരത്തെ ഞാൻ ഒരു മുറി തേങ്ങ തിരുവിയെന്ന് പറഞ്ഞാൽ ഈ തോരത്തിനും കൂടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി തേങ്ങ അതും കൂടെ എടുത്ത് ഞാൻ ചതച്ചെടുത്ത് തോരത്തിനുള്ള റെഡിയാക്കി മിക്സിയിൽ അരച്ച് മാറ്റി വെച്ച്. അതിന് ശേഷം ഞാൻ കുറേ നേരം പോയി കട്ടിലിൽ പോയി കിടന്നു. ഇന്ന് മൂഡ് ഓഫ് എന്ന് വെച്ചാൽ അമ്മക്കാണെങ്കിൽ കുറച്ച് ലോണും കടങ്ങളും പിന്നെ ജോലിക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല. കുറേ കാര്യങ്ങൾ അതൊക്കെ കൊണ്ട് അസുഖങ്ങളാണ്. ചേട്ടനായാലും എനിക്കായാലും എല്ലാവർക്കും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇതുകൊണ്ടും കൂടെ ആയതുകൊണ്ട് നല്ല ഇതിൽ നമുക്ക് അസുഖങ്ങളായി തുടങ്ങി. അപ്പോൾ നമുക്ക് ജോലിക്ക് ഇറങ്ങാൻ പോകാൻ പറ്റുന്നില്ല. അതൊക്കെ ആലോചിച്ച് വട്ടായി. എന്ത് ചെയ്യണം? ലോണ് കിടക്കുന്നു, വീട്ടിൽ നമ്മൾ അന്നന്ന് ഇറങ്ങിപ്പോയാൽ മാത്രമേ നമ്മളെ വീട്ടുകാര്യങ്ങൾ കഴിഞ്ഞു പോവുള്ളൂ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനും ഇല്ല, കൊച്ചുങ്ങൾ രണ്ടുപേരും സ്കൂളിലും പോയി. അപ്പോൾ അതൊക്കെ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ വേറൊരു ചിന്തയാണ്. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മളെ ചിന്തയൊക്കെ മറ്റൊരു ഇതാവും. അപ്പോൾ അതിന് ഇപ്പം ഈ പൈസയുടെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പൈസ എന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ 2-3 വർഷം ആവാറായി. അപ്പം ഇതുവരെയായിട്ട് എനിക്ക് ഇതിൽ നിന്ന് ഒരു വരുമാനവും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നെങ്കിലും ഒരു വരുമാനം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുറച്ച് പ്രശ്നങ്ങളെങ്കിലും തീർന്നു കിട്ടിയേനെ. അപ്പം ഞാനും ചേട്ടനും രാവിലെ 4 മണിക്ക് എണീച്ച് പോയി റബ്ബർ ടാപ്പിങ്ങിന് പോയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഇനി ഉണക്കായി തുടങ്ങിയ സമയത്ത് നമ്മളെ ഈ പലയിടങ്ങളിലും ടാപ്പിങ് നിർത്തുന്ന സമയമാണ്. അപ്പോൾ ഇതിൻ്റെ പാല് കുറഞ്ഞു തുടങ്ങുമ്പോൾ ടാപ്പിങ് നിർത്തും. പിന്നെ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. ആകെ ഇന്ന് രാവിലെ എണീച്ചപ്പോഴേ എനിക്ക് ടെൻഷനാണ്. ജോലിക്കും പോകാൻ പറ്റുന്നില്ല, അസുഖങ്ങളും ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം
ചേട്ടൻ വന്ന് പറഞ്ഞ് ഇവിടെ അടുത്തൊരു അമ്പലത്തെ അന്നദാനമുണ്ട്, നമുക്ക് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം വെയിലൊക്കെ ആയതുകൊണ്ട് ഒന്ന് പുറകോട്ട് വലിച്ചിട്ട് വിചാരിച്ച് പോകാം എന്ന് വിചാരിച്ച് പോയി. മനസ്സൊക്കെ ഒന്ന് മാറും എന്നൊക്കെ വിചാരിച്ച് പോയി അമ്പലത്തിൽ പോയി. ഞാനും ചേട്ടനും കൂടെ പോയി അന്നദാനത്തിന് കഴിക്കാൻ ചെന്നപ്പോൾ ക്യൂ കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പാത്രവും കൂടെ വീട്ടിൽ നിന്ന് എടുത്താണ് കൊണ്ടുപോയത്. 2 പാത്രവും 2 ചോറ്റോത്രമൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പം പാത്രങ്ങളെടുത്തപ്പോൾ ചേട്ടൻ കളിയാക്കി, നീ എന്തിനാണ് ചുമ്മാ ഇതെല്ലാം കൂടെ വാരിക്കെട്ടി പോണേന്നും പറഞ്ഞ് കളിയാക്കി. അപ്പം ഞാൻ വിചാരിച്ച് ഇരിക്കട്ടെ, കൊച്ചുങ്ങൾക്കെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുപോയി. ചെന്നപ്പോൾ ക്യൂ കുറവായിരുന്നു. അപ്പോഴേ ഞാൻ പാഴ്സൽ ആദ്യം വാങ്ങിച്ച് വെച്ച ശേഷമാണ് രണ്ടാമത് ക്യൂ നിന്ന്. അപ്പോഴിത്തിരി ക്യൂ ആയി. കയറി ചോറ് വാങ്ങിച്ച് കഴിച്ച്. നല്ല ആഹാരമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. സാമ്പാർ, പരിപ്പ്, അങ്ങനെ തോരൻ, അവിയൽ, എല്ലാ ഐറ്റം. അടപ്പായസമായിരുന്നു, സൂപ്പർ അടപ്പായസമായിരുന്നു. അതൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ഒരു നോട്ടീസ് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പം നോട്ടീസും കുറേ നേരം നോക്കിക്കൊണ്ടൊക്കെ ഇരുന്ന ശേഷം ഒരു 3-3:30 എപ്പോഴും മൂത്ത മോള് സ്കൂളിൽ നിന്ന് വരാറായി. അങ്ങനെ ഞാൻ അവളെ വിളിക്കാനായിട്ട് നേരെ ഇനി തടത്തിലോട്ട് ഇറങ്ങി. അപ്പം നമ്മൾ വരണ വഴി ഒരു വയൽ ഏരിയയാണ്. അപ്പം ഞാൻ ആ വയൽ ഏരിയ ഞാനും ചേട്ടനും കൂടെ നമുക്ക് ഈ വൈകിട്ടൊക്കെ നല്ല ഇതാണ്, വൈകിട്ടൊക്കെ പോയി ഇരിക്കാനൊക്കെ വേണ്ടി അവിടെ ഒരു മുളയിൽ ഒരു ഇടിപ്പടം കണക്കെ നമ്മൾ ഉണ്ടാക്കി, ഒരു കട്ടിൽ പോലെ ഒരു ഇത് ചെറുതായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ രാത്രിയൊക്കെ സന്ധ്യ സമയത്തൊക്കെ നമ്മളവിടെ പോയിരിക്കും, നല്ല രസമാണ് അവിടെ പോയിരിക്കാൻ. അവിടെ പോയി ഇരുന്നാണ് ഞാൻ ഈ ഫോണിൽ തന്നെ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യണത്. വീട്ടിലിരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല, പിള്ളേരെ അലപ്പൊക്കെ കൊണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ചെന്നിരുന്നാണ് ഇതെല്ലാം ചെയ്യണത്. അങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോൾ നല്ല കാഴ്ചയായിരുന്നു. വെയിലൊക്കെ കുറഞ്ഞ് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ട് നോക്കിയപ്പോൾ ഇവിടെ കൊന്നയുണ്ട്. കൊന്നയെന്ന് വെച്ചാൽ നമ്മൾ ഈ വേലിക്കൊക്കെ ഊതുന്ന കൊന്നയാണ്. അപ്പോൾ ആ കൊന്നയാണെങ്കിൽ ഇപ്പോൾ പൂത്ത് നല്ല രസമുണ്ട്. ഉണക്കായപ്പോൾ പൂത്ത് വാരി കിടക്കുന്നു, ഇലയൊന്നുമില്ല, പൂത്ത് ഒരുപാട് കിടക്കുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് മോളെ വണ്ടി വന്ന്. പിന്നെ മോളെ പോയി എടുത്തുകൊണ്ട് വന്നു, മോളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി. അപ്പോൾ ഇവിടെ നമ്മളിവിടേക്ക് ഈ മാവൊക്കെ പൂത്തു തുടങ്ങി. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന മാവാണ്. അപ്പം അതിൽ മാങ്ങയായി തുടങ്ങി. അപ്പോൾ അത് നമ്മൾ കയ്യെത്തി പറിക്കുക, ആ രീതിക്കാണ് പൂത്ത് വാരി കണ്ണിമാങ്ങ കിടക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഞാൻ ഇവിടെ പോയി ഷീറ്റ് അടിച്ച് വന്ന ശേഷം നമുക്കിവിടെ കുറച്ച് വാഴ കൃഷിയുണ്ട്. അങ്ങനെ വാഴ കൃഷിക്ക് വെള്ളം കോരാൻ പോയി. വെള്ളമൊക്കെ കോരിക്കൊണ്ട് വന്ന് എല്ലാ വാഴയ്ക്കും വീഴ്ത്തിയ ശേഷം നമ്മൾ ഈ വാഴ നട്ടിരിക്കണ ഒരാളെ വീട്ടിൻ്റെ സൈഡാണ്. നമ്മളിവിടെ നമുക്ക് വാഴ നടാനുള്ള സൗകര്യമൊന്നുമില്ല, നമുക്ക് ഈ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വാഴയാണ്. അപ്പോൾ അതും പോയി വെള്ളമൊക്കെ വീഴ്ത്തി. ഇവിടെ ഉണക്കായതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ വെള്ളം കുറഞ്ഞു തുടങ്ങിയപ്പം നമുക്ക് ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഈ തൊട്ടപ്പുറത്തൊരു ആൾത്താമസമില്ലാത്ത വീടാണ്. അപ്പോൾ അവിടെ നിന്നാണ് വെള്ളം കോരി നമ്മൾക്ക് ഈ വാഴയ്ക്ക് വീഴ്ത്തുന്നത്. അതും വീഴ്ത്തി. പിന്നെ ചേട്ടൻ പറഞ്ഞ് നീ വാഴയില നാമ്പ് വന്നാന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നാമ്പ് വന്നാന്ന് നോക്കിയപ്പം നാമ്പ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് സന്തോഷമായി, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നാമ്പ് പൊടിച്ച് വരണ കണ്ടപ്പോൾ ഒരു സന്തോഷമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തൊട്ടിപ്പുറത്താണ് ചേട്ടൻ്റെ അനിയൻ്റെ വീട്. അപ്പോൾ അവിടെ പോയി. അനിയത്തി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അനിയത്തിയുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അവൾക്കാണെങ്കിൽ നല്ലൊരു പൂടപ്പൂച്ച അനിയൻ വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ അതിനെയും പോയി കുറച്ച് നേരം അതിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്ന്. പിന്നെ എനിക്ക് ഒരു കൊമ്മട്ടിക്കായ എടുത്തുകൊണ്ട്, നമ്മളിവിടെ കൊമ്മട്ടിക്ക എന്നാണ് പറയണത്. ഈ പുറം തേച്ച് കുളിക്കണ ഒരു കായാണത്. അതിൻ്റെ അകത്ത് അത് കയ്പ്പാണ്, ആ ഒരു കായ്ക്ക് ഭയങ്കര കയ്പ്പാണ്. അതിൻ്റെ അകത്ത് ഒരുമാതിരി കറുത്ത അരിയൊക്കെ കാണും. അതിനെ കുടഞ്ഞ് നമ്മൾ കഴുകി എടുക്കുമ്പോൾ നമുക്ക് പുറം തേച്ച് അഴുക്ക് കളയാൻ പറ്റും. കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കായാണ്. അപ്പോൾ അവളെനിക്കൊരു കായൊക്കെ എടുത്തുകൊണ്ട് തന്ന്. ഇനിയുള്ളതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അന്ന് രാത്രി ഒരു 12:30 ആയപ്പം കുറേ പട്ടികളെല്ലാം, നമ്മളിവിടെ പട്ടിശല്യം, ഒരുപാട് പട്ടിശല്യമാണ്. അപ്പോൾ ഈ പരിസരത്ത് ഉള്ള പട്ടികളെന്നാണ് നമ്മൾ ആദ്യം കരുതിയത്. കുറേ പട്ടികൾ, ഒരു 3-4 പട്ടികൾ വന്ന് നമ്മളെ കോഴിക്കോട് ഡോറിൽ നിന്ന് കടിച്ച് വലിച്ച് ഒരു കോഴിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. കോഴി ഭയങ്കര വിളിയായിരുന്നു, രാത്രി ഭയങ്കര വിളിയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെയൊക്കെ എണീറ്റ്, ചേട്ടനും ഞാനും എണീറ്റ്, എൻ്റെ മോളും ഉണ്ടായിരുന്നു, മോളും എണീറ്റ് വന്ന് പട്ടികളെയൊക്കെ ഓട്ടിച്ച് ഒരു കോഴിക്കുഞ്ഞിനെ നമ്മളെ മുമ്പേ കൂടെ തന്നെ വലിച്ചെടുത്തുകൊണ്ട് പോയി. നമ്മൾക്ക് കിട്ടിയില്ല, ഓടിക്കളഞ്ഞ്. അങ്ങനെ അതിനെ അടച്ച് വീണ്ടും അടച്ച് മൂടി നമ്മൾ സെറ്റാക്കിയൊക്കെ വെച്ച് വീണ്ടും പോയി കിടന്ന്. അപ്പോഴേ നമ്മളെല്ലാവരെയും ഉറക്കമൊക്കെ പോയി. അതുകൊണ്ട്
ഉറക്കം വരണില്ല. നമുക്ക് ഈ കോഴിക്കുഞ്ഞ് നമ്മളങ്ങനെ 6 കോഴിക്കുഞ്ഞേ ഉള്ളൂ. നമ്മൾ നല്ലോണം സ്നേഹിച്ച് വളർത്തി നമ്മളെ ഒത്ത് സ്നേഹിച്ച് നമ്മളോട് ഇണങ്ങിയ കോഴികളായിരുന്നു. അപ്പോൾ അതിനൊന്നും അങ്ങനെ പറ്റിയപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ പോലെയായിരുന്നു. അങ്ങനെ അതും ഇതായി ഞാൻ ഉറങ്ങാമെന്നും പറഞ്ഞ് വീണ്ടും നമ്മളൊന്ന് കിടന്നപ്പോൾ ഒരു 2:30 ആയപ്പോൾ വീണ്ടും പട്ടികളെല്ലാം കൂടെ വന്ന് ഒരു കോഴീനെയും കൂടെ പിടിച്ച്, അത് ഡോറ് നമ്മൾ അടച്ച് തുറക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയപ്പം ബാക്ക് സൈഡിൽ നിന്ന് അടിച്ച് വെച്ച ഷീറ്റ് കടിച്ച് കീറി ആണ് അതിൻ്റെ അകത്തുനിന്ന് കോഴീനെ എടുത്തുകൊണ്ട് അപ്പോഴനമ്മൾ വിളി കേട്ട് നമ്മൾ എണീറ്റപ്പോൾ തന്നെ എൻ്റെ അമ്മ പേടിച്ചു പോയി. എന്ന് വെച്ചാൽ കോഴി അങ്ങ് ചത്തില്ലായിരുന്നു. ആ പട്ടിയുടെ വായിക്കാത്തിരുന്ന് ഭയങ്കര വിളിയെന്ന് വെച്ചാൽ അങ്ങ് ആ റോഡിൽ കയറണ വരെ തടത്തിൽ ഓടി കയറണ വരെ ആ കോഴി ഭയങ്കര വിളിയായിരുന്നു. ചേട്ടനും എൻ്റെ മോളും കൂടെ ലൈറ്റും കൊണ്ട് ഓടി, എന്നിട്ട് പോലും കിട്ടിയില്ല. ഈ സംഭവം നടക്കണതിൻ്റെ അന്ന് 3 മണിക്ക് ഞാൻ ഷീറ്റ് അടിക്കാൻ പോയ സമയത്ത് എൻ്റെ അനിയത്തി എന്നെ ഫോൺ വിളിച്ച് ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ചേച്ചി മോളെ പട്ടി ഓട്ടിച്ച് എന്നും പറഞ്ഞ് ഫോൺ വിളിച്ച്. ചേട്ടൻ്റെ ഫോണിലാണ് വിളിച്ചിട്ട് പറഞ്ഞു പട്ടി ഓട്ടിച്ച് ചേച്ചി വീണ് അവളെ ചുണ്ടൊക്കെ മുറിഞ്ഞ് കാലും കൈയൊക്കെ മുറിഞ്ഞെന്നും പറഞ്ഞ് എന്നെ വിളിച്ച്. അപ്പോഴേ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് തന്നെ എടുത്തിട്ട 2 ഷീറ്റും അടിച്ച് നമ്മൾ നേരെ ഇട്ടിട്ട് നേരെ വണ്ടിയും കൊണ്ട് ഇങ്ങ് വന്നപ്പോഴാണ് ഒരു അഭിഷേകമായിരുന്നു മോളെ മുഖം മൊത്തം. ആ മുഖം ഇപ്പം അവൾക്കിന്നിപ്പം മൂന്നാമത്തെ ദിവസമാണ്. ഇതുവരെയായിട്ട് ആ നീര് ആ ചുണ്ടിൽ നിന്ന് പോലും പോയില്ല. അവളിട്ടിരുന്ന യൂണിഫോം വരെ കീറിപ്പോയി. മുട്ട് ഇടിച്ച് വീണപ്പം കീറി അങ്ങ് പോയി. മുട്ട് മുറിഞ്ഞ്, ചുണ്ട് മുറിഞ്ഞ്, കൈ, വയറ് എല്ലായിടവും മിക്കയിടവും മുറിഞ്ഞ് ഉരഞ്ഞ്, കണ്ണ് എല്ലാ സ്ഥലവും. അവളെ പട്ടി കടിച്ചില്ല, പട്ടി ഓടിച്ചപ്പോൾ വീണതാണ്. അങ്ങനെ ഇപ്പോൾ 3-4-5 ദിവസം കൊച്ചിനെ ഇപ്പം സ്കൂളിൽ വിടാതെ ഇരിക്കുകയാണ്. അപ്പം അന്ന് തന്നെ ഈ പട്ടികളെല്ലാം കൂടെ കോഴീനെയും കൂടെ പിടിച്ചപ്പോൾ എനിക്ക് എൻ്റെ കിളി ആദ്യം പോയി. കിളി പോയ കണക്കായിരുന്നില്ല. കൊച്ചിനും സംഭവിച്ച്, കോഴികളും പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഉള്ള വിഷമവും കൂടി എനിക്ക്. പിന്നെ രാവിലെ തന്നെ ഞാൻ 5 മണിക്ക് കിടന്നിട്ടൊന്നും ഉറങ്ങിയില്ല. ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ടാപ്പിങ്ങിനും പോയില്ല. ഉറങ്ങണം എങ്ങനെ, നമ്മളെ ഉറക്കവും കൂടെ പോയി. ടെൻഷനായതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനാണ്. എനിക്ക് ചെറിയൊരു കാര്യം മതി, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ അതും കഴിഞ്ഞ് രാവിലെ എണീച്ച് ആ മുറ്റം മൊത്തവും കോഴിപ്പൂട. പിന്നെ അതെല്ലാം തൂത്തുവാരി കളഞ്ഞ് ടാപ്പിങ്ങിനും കൂടെ പോകാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് എനിക്ക് തൊഴിലുറപ്പുള്ളതുകൊണ്ട് തൊഴിലുറപ്പിനെങ്കിലും പോകാമെന്ന്. അപ്പോൾ തൊഴിലുറപ്പിന് പോകാനാണ് രാവിലെ എണീറ്റ് ഞാൻ വിചാരിച്ച് പുട്ടെങ്കിലും അവിച്ച്. അപ്പം ഞാൻ രാവിലെ ഗോതമ്പ് മാവുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നനച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ എളുപ്പ വഴി ഇതാണ്. ഞാൻ മിക്സിയിലിട്ട് ഒന്ന് നനച്ചിട്ട് മിക്സിയിലൊന്ന് കറക്കാം. അപ്പോൾ ഈ കട്ടകളെല്ലാം നമ്മൾ കട്ടായിട്ട് വരണത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഗോതമ്പ് പുട്ട് ഇതുപോലെ അവിച്ച് നോക്കിയാൽ സൂപ്പറാണ് കേട്ടോ. നമുക്ക് എളുപ്പപ്പണിയാണ്. പെട്ടെന്ന് ഞാൻ ഇവിടെ നനയ്ക്കണമെങ്കിൽ ചൂടുവെള്ളത്തിലാണ് നനയ്ക്കണത്. മാവിനെ നനച്ചെടുക്കണത്. പുട്ടുണ്ടാക്കാൻ എളുപ്പം അതാണ്. ചെറു ചൂടുവെള്ളത്തിൽ നനച്ചിട്ട് കട്ട വരണതിന് അപ്പോഴേ മിക്സിയിലിട്ട് ഒരു കറക്കി. അപ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞ് സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. പുട്ട് അവിച്ചാൽ നല്ല ടേസ്റ്റുമാണ്. കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ വലിയ കട്ടായിട്ടിരിക്കും. കൊഴുക്കട്ട പോലെ ഒരു ഉരുള പോലെ തോന്നും. പുട്ടാവണ സമയം കൊണ്ട് അരി വെന്ത്. അങ്ങനെ അരീനെ വാത്ത് വെച്ച് ഒരു കിഴങ്ങുണ്ടായിരുന്നു, ഒരു മരിച്ചീനി. ഇന്നാൾക്കൊരു ദിവസം വാങ്ങിച്ച ഒരു മരിച്ചീനി കിടന്നു. അപ്പോൾ അതിനെ കൊത്തി അവിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയാണ് പെട്ടെന്ന് ഇതെല്ലാം വേവിക്കുന്നത്. അങ്ങനെ നമ്മളെ കോഴികളെല്ലാം സിറ്റൗട്ടിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ വേവിച്ചൊക്കെ തീർന്നുടഞ്ഞ് പെട്ടെന്ന് പിടച്ചടിച്ച് തൊഴിലുറപ്പിന് പോവുകയും ചെയ്തു. പോയ സമയത്ത് ഫോണൊന്നും എടുത്തില്ല. വെപ്രാളപ്പെട്ട് പോയപ്പോൾ ഫോൺ എടുത്തില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ മക്കൾ 2 പേരും വീട്ടിലുണ്ട്, ചേട്ടനും ഉണ്ട്. അപ്പോൾ അവർ വീട്ടിൽ ഇരിക്കുന്നില്ല. കുഞ്ഞമ്മേരെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് ചേട്ടൻ്റെ അനിയൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് 2 പേരെ ആക്കിയ ശേഷമാണ് ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് ചേട്ടനും ഞാനും കൂടെ കോഴിക്കൂടിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടിച്ച് റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ കാണാൻ ആ ഷീറ്റിൻ്റെ താഴ്വശത്തായിരുന്നു പട്ടി കടിച്ച് കീറി
കോഴീനെ എടുത്തുകൊണ്ട് പോയത്. പിന്നെ എല്ലാം അഴിച്ച് ഒന്നേന്ന് കൂട് പണിഞ്ഞ് ഞാനും കൂടെ സഹായിച്ചൊക്കെ കൊടുത്തിട്ട് സന്ധ്യയായപ്പോൾ ഞാൻ പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കുളിച്ചിട്ട് വന്ന് തൊഴിലുറപ്പിന് പോയതുകൊണ്ട് വെയിലൊക്കെ ഒരുപാട് വെയിൽ കൊണ്ടതായതുകൊണ്ട് പോയി കുളിക്കാനായിട്ട് ആറ്റിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്ന ശേഷം വീണ്ടും കൂട് ബാക്കിയും കൂടെ ചെയ്യാനുള്ളതും കൂടെ ചെയ്ത് കൂടൊക്കെ അവസാനം അതിനെ എടുത്തുകൊണ്ടൊക്കെ വന്ന് നമ്മൾ പഴയ സ്ഥലത്ത് വെച്ചില്ല, പുതിയ വേറൊരു കുറച്ചും കൂടെ മുമ്പോട്ടാക്കി കൂടിനെ വെച്ച്. പിന്നെ നമ്മളിവിടുത്തെ കിണറ്റിലൊക്കെ വെള്ളമൊക്കെ താന്നു തുടങ്ങി. ഇനി ഒരു ഉറ വെള്ളമുണ്ട്, ഒറ്റ ഉറ വെള്ളത്തിലാണ് ഇനി എത്ര നാളിനി പിടിച്ച് നിൽക്കുമെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ ഇപ്പോഴേ വേനലായി വെള്ളമൊക്കെ താന്ന് ഇവിടെയുള്ള ചാലിലൊന്നും വെള്ളം പോലും ഇല്ല. വയലൊക്കെ ഇഷ്ടം പോലെ ചാലിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം വെള്ളവും ഇല്ല, ഒന്നുമില്ല, കിണറ്റിലും വെള്ളമില്ല. വെള്ളം ഇനി ഒരു ഉറ വെള്ളമുണ്ട്. തൊട്ടടുത്തായിട്ട് ചേട്ടനാണെങ്കിൽ കുറച്ച് ഈ മുളക് തൈയാണെങ്കിൽ പാവിയിട്ടുണ്ട്. അത് എന്തിനാണ് നമ്മൾ ഒടങ്കല്ലി മുളകെന്നൊക്കെ പറയുക, നല്ല ഉണ്ട മുളക്, നല്ല മണമുള്ള പച്ചമുളക്, മീൻ കറിയിലൊക്കെ ഇടുന്ന ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന, വെള്ളച്ചമ്മന്തി അരയ്ക്കുന്ന അതുപോലത്തെ ആ മുളകാണ് ചേട്ടൻ പാവിയിരിക്കുന്നത്. അതിൻ്റെ തൈയാണ് അത്രയും. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ കൂടാണ്. ആ കൂടിൻ്റെ ആ ഡോറ് കണ്ട, ആ ഡോറാണ് ആ താഴെ ഒരു കുറ്റിയുണ്ട്. ആ കുറ്റി സഹിതം അവർ കടിച്ച് ഇളക്കി കളഞ്ഞിട്ടാണ് അകത്ത് കയറിയത്. ഇന്നലെ രാത്രി തലയിട്ടത് ആ കോഴീനെ പിടിക്കാനായിട്ട്. ഇന്നും വരും. 2 കോഴികളെ കൊണ്ടുപോയി രുചി പറ്റിയതുകൊണ്ട് അവർ ഉറപ്പായിട്ടും വരും. ഇനി ഇതിനെയും കൂടെ പിടിക്കുക. ഇന്നലെയും വന്ന് ഒന്നിൻ്റെ ചിറക് കടിച്ചിട്ട് പോയതുകൊണ്ട് അവർ ഉറപ്പായിട്ട് ഇന്നും വരും. എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതലും പാചകം ചെയ്യാൻ മുറ്റത്ത് വേവിക്കാനാണ് ഇഷ്ടം. മുറ്റത്ത് ഈ പ്രകൃതിയൊക്കെ കണ്ട് വേവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ തൊട്ടടുത്ത് തന്നെ നമുക്കാണെങ്കിൽ ഒരു പേരയ്ക്ക മരമുണ്ട്. അതിൽ നിറച്ച് പേരയ്ക്ക കാച്ചി കിടക്കുകയാണ്. ആ പേരയ്ക്കയ്ക്ക് അകത്തില്ല ചുമന്ന കളറാണ്, നല്ല മധുരമാണ്. എപ്പോഴും കുഞ്ഞാറ്റ അതിലെപ്പോഴും കയറി പേരയ്ക്ക പറിച്ച് തീറ്റിയാണ്. ആ പേരമരത്തിൽ ചെറിയൊരു മരമാണ്. ആ പേരമരത്തിലാണ് അവൾക്കൊരു ഊഞ്ഞാൽ ചേട്ടൻ കെട്ടിക്കൊടുത്തത്. അവളെപ്പോഴും അതിൻ്റെ അടുത്താണ്, ആ ഊഞ്ഞാലിലാണ്. ഇപ്പോൾ അവളാണെങ്കിൽ കോഴികളെയൊക്കെ പോയി എപ്പോഴും കൂടെയുണ്ട്. കോഴികളെ നോക്കി നടക്കും അവൾ. പട്ടിയൊക്കെ അടുത്ത് വന്നാൽ അപ്പോഴേ എറിയും. പട്ടിയും പൂച്ചയൊക്കെ വന്നാൽ കല്ലെടുത്ത് എറിയൊക്കെ ഒരു ബഹളമാണ് അവൾ. എപ്പോഴും കൂടെ കാണും. അവളാണ് അതിനെയൊക്കെ ഇപ്പം നോക്കുന്നത് എപ്പോഴും. കുറച്ച് കഴിഞ്ഞ് അവൾ തന്നെ കോഴികളെല്ലാത്തിനെയും കൂട്ടിപ്പിടിച്ച് അടച്ച് എല്ലാത്തിൻ്റെ ഇടയും കൊഞ്ചിക്കുകയാണ്. കോഴി കുഞ്ഞുങ്ങളെ കൊഞ്ചിച്ചാണ് നിൽക്കുകയാണ്. എപ്പോഴും അവൾ ആ കോഴികളെ എപ്പോഴും കൊഞ്ചിക്കും, ഒരു ബഹളമാണ്. ഇപ്പോൾ കോഴികളെ എടുത്ത് എപ്പോഴും നടത്തുകയാണ്. അതൊക്കെ കഴിഞ്ഞ ശേഷം അവൾ കോഴീനെ ഡോറ് പിടിച്ച് അടക്കിയാൽ ഇത്തിരി പാടാണത്. ഇന്നലെ പട്ടി വന്നത് കടിച്ച് ഇളക്കിയത് കൊണ്ട് അവൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് പിടിച്ച് അടച്ച് മറ്റേ മടലൊക്കെ എടുത്ത് വെച്ച് ചാരി വെച്ചേക്കും. എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ചാനലൊന്ന് സപ്പോർട്ടും തരണം പ്ലീസ്.